നമസ്കാരം. വളർത്തിയതും നീയെ ചാപ്പ, കൊന്നതും നീയെ ചാപ്പ. ഈ അവസ്ഥയിലാണ് തോമസ് ഐസക്. കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് മുഴുവൻ കാരണക്കാരൻ തോമസ് ഐസക് ആണെന്ന് ധനകാര്യ വകുപ്പ് പറയുകയാണ്. ധനപ്രതിസന്ധിയിൽ മിണ്ടാട്ടം മുട്ടിയ സർക്കാർ ഒടുവിൽ പഴിചാരിയത് തോമസ് ഐസക്കിനെ തന്നെ. 14ാം ധനകാര്യ കമ്മീഷനിലാണ് ഏറ്റവും മോശമായ ധനവിനിയോഗം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പ്രതിസന്ധി വന്നപ്പോൾ സ്വന്തം പാർട്ടി പോലും നോക്കാതെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പഴിചാരുകയാണ് സർക്കാരും ഒരു ധനകാര്യ വകുപ്പും. ഇന്ത്യയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ യോഗ്യനാണ് എന്ന് ഉയർത്തിക്കാട്ടലോടെയാണ് തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ പോലും അവതരിപ്പിക്കുന്നത്. ഇതേസമയം സ്വന്തം പാർട്ടിക്കാരനായ ബാലഗോപാൽ നയിക്കുന്ന ധനകാര്യ വകുപ്പ് തോമസ് ഐസക്കിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വലിയ വിരോധാഭാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ വില ഇതോടുകൂടി ഇടിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. CPM-ന് വലിയ തിരിച്ചടിയാവുകയാണ് ഇത്. മസാല ബോണ്ട് കേസിൽ EDയുടെ അന്വേഷണ പരിധിയിൽ സംശയനിഴലിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് തോമസ് ഐസക്. അതിനിടയിലാണ് തലയിൽ ഇടുത്തിയെന്നോണം സർക്കാർ തന്നെ തോമസ് ഐസക്കിനെതിരെ രംഗത്ത് വരുന്നത്. സഖാക്കന്മാരെ സഖാക്കന്മാർ തന്നെ സംരക്ഷിക്കാതെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥ. ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോലും തോമസ് ഐസക്കിനെ തള്ളിപ്പറയുകയാണ് സർക്കാരും ധനവകുപ്പും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ധനപ്രതിസന്ധി മറികടക്കാനുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സമയത്തെ കടം കൂടി ഇപ്പോൾ നിലവിലുള്ള പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയാൽ ഇനി കടമെടുക്കാനുള്ള കടപരിധി കുറയും എന്നാണ് റിപ്പോർട്ടുകൾ. അടച്ചു തീർക്കാൻ ഇനിയും വൈകലുണ്ടാകും. കഴിഞ്ഞ 7 വർഷമായി സംസ്ഥാനത്തെ ധനവിനിയോഗം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതും ഇക്കാര്യത്തിലൂടെ വ്യക്തമാകുന്നതാണ്. കേരളം അടക്കേണ്ട പൊതുകടം അടച്ചു തീർക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിനും നിബന്ധനകൾ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷമായി കേരളത്തിന്റെ ധനകാര്യ മേഖല ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മസാല ബോണ്ട് കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞിട്ട് പോലും കേസിൽ EDക്ക് മുന്നിൽ ഹാജരാകാൻ തോമസ് ഐസക്കിന് ഇതുവരെയും ധൈര്യം തന്നെ ഉണ്ടായിട്ടില്ല. തോമസ് ഐസക് അത്തരത്തിലൊരു തെറ്റ് ചെയ്തില്ല എങ്കിൽ എന്തിനാണ് ഇദ്ദേഹം ഭയപ്പെടുന്നതെന്ന ചോദ്യവും ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയാണ്. ഒരു കേസിൽ സംശയാരോപിതനായ വ്യക്തിയെ പിടിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിന് പിറകിലെ രാഷ്ട്രീയവും ചോദ്യമാവുകയാണ്. ഇതിനെല്ലാം ഉത്തരം ജനങ്ങൾക്കും അറിയാം. എന്നിട്ടും സംസ്ഥാന സർക്കാർ തന്നെ തോമസ് ഐസക്കിനെ കുഴിയിലാക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും നിലവിലുള്ള പിണറായി സർക്കാരിന്റെ കാലത്തും മസാല ബോണ്ടും ധനപ്രതിസന്ധിയും തോമസ് ഐസക്കിനെ മുറുക്കുന്നതോടെ തിരഞ്ഞെടുപ്പിൽ വിയർക്കുകയാണ് തോമസ് ഐസക്.